ഞാനിന്ന് പറയാൻ വന്നത് എനിക്ക് കസ്റ്റമർ അടുത്ത് നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയൊരു എക്സ്പീരിയൻസ്, എനിക്കവിടെ ലോസ് വന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് ലോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് നമ്മളെന്തോ വലിയ കുറ്റം ചെയ്ത മാതിരി കസ്റ്റമർ അടുത്ത് നിന്നുണ്ടാവുന്ന ഒരു സംസാരം കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് സാധാരണ ഓർഡർ എടുക്കാറ്. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ അവർ നമുക്കൊരു ഫോട്ടോ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് പറയും. എന്നിട്ട് നമ്മൾ അഡ്വാൻസ് വാങ്ങും. അങ്ങനെയാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ടൈമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു കസ്റ്റമർ ഞാൻ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാനത് ഓക്കെ, ഇതിന് ഇത്ര റേറ്റാണ് വരിക, പിന്നെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുത്ത് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിന് കുറച്ച് റേറ്റ് വരുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓല സെലക്ട് ചെയ്ത ഡ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു. അവർ റേറ്റ് പറഞ്ഞപ്പോൾ കുറച്ച് കുറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ, നമുക്ക് ഈ കസ്റ്റമൈസ് ചെയ്യണതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അത്യാവശ്യം റേറ്റ് വരും ഇതൊക്കെ കൂടെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഓക്കെ കൺഫേം ആണെന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് അഡ്വാൻസ് ഇടണം എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസും ഞാൻ പറഞ്ഞു കൊടുത്ത്. അതുപോലെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ഇട്ട് ഞാൻ ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോയി. ക്ലോത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് അവർ ഒരു ക്ലോത്ത് കളർ സെലക്ട് ചെയ്ത് അത് ഞാൻ എടുക്കുകയും ചെയ്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ പ്രശ്നമാണ്. ക്ലോത്ത് എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫില്ല് ചെയ്യണം, പിന്നെ അഡ്വാൻസ് നിങ്ങൾ ഇത്രയാണ് ഇട്ടത്, ഇനി ബാക്കി ഇത്രയും ഇടാനുണ്ടാവും എന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ച്. അപ്പോൾ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നത് വേറെ ഒരാളാണ്. അവരുടെ അടുത്തൊക്കെ പറഞ്ഞു ഈ ഡ്രസ്സ് വേണ്ട, ഇത് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ അഡ്വാൻസ് ഇട്ട എമൗണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാട്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്കായി. ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെ നിങ്ങൾ ക്യാൻസലാക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്, നിങ്ങൾ അഡ്വാൻസ് ഇട്ടതല്ലേ, ഒക്കെ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ക്ലോത്ത് എടുത്തതല്ലേ, നിങ്ങൾക്ക് ക്യാൻസലാക്കണം എന്നുണ്ടെങ്കിൽ ക്ലോത്ത് എടുക്കണതിനെക്കാട്ടി മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ കുറേ ചൂടാവണ പോലെ എന്നോട് സംസാരിച്ച്. ആ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാൻ ഇതിലിടുന്നതില്ല, മോശമാണ്. അവരെന്നോട് ചൂടാവണ പോലെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ മോള് ചെയ്ത പണിയാണ്, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്, അവൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇതാക്കിയിട്ട് പൈസ ഒക്കെ ഒരു അങ്ങനെ അയച്ചിരുന്ന്, ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുക, ഇത് എന്താ ഡ്രസ്സ്, ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ ചൂടാവുക. ഇത് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിലാട്ടോ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷനായി. ഇപ്പോഴൊക്കെയാണ് എന്നോട് ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് പറയാനും എനിക്കറിയാം. പക്ഷേ അപ്പോഴാകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അവരിത് ക്യാൻസലാക്കണം എന്ന് തന്നെ വാശി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളോട്. അവരെ മോളോടുള്ള ദേഷ്യം നമ്മളോട് കാട്ടണം. മോള് അവരോട് പറയാതെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മോളിങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പൈസ ഇല്ലാത്ത സമയമാണ്, അങ്ങനെ ഇങ്ങനെ. അവരടുത്ത് അവരെ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ നമ്മളോട് ഇങ്ങനെ ചൂടാവുക. നമ്മളിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ സാധാരണ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത് നമ്മളത് കൺഫേം ആക്കണം, ക്ലോത്ത് എടുക്കണം, ചെയ്യണം. ഞാനത് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഇത് ക്യാൻസലാക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് ക്ലോത്ത് എടുക്കുന്നതിന് മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇത് ഇനി പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ നല്ലപോലെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഓക്കെ ശരി എന്നുള്ള രീതിയിലായി. പിന്നെ ഒരു റേറ്റ് നോക്കിയപ്പോൾ ഇതെന്തോ ഇത്ര റേറ്റ്, ഇതെന്തോ കുറച്ചും കൂടെ റേറ്റ് കുറക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചൂടായി. അപ്പോൾ ഞാൻ അവരെ ആദ്യം അയച്ച സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്, ഞാൻ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെ മോള് കുറക്കാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പോൾ ഞാൻ കുറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്ത്, ഇത് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് റേറ്റ് ചേഞ്ച് ആക്കാനൊന്നും പറ്റില്ല, ഇത് ഫിക്സ്ഡ് റേറ്റ് ആണ്, ഇതിൻ്റെ ക്ലോത്തിന് ഇത്ര റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് ഇത്ര മാത്രം എടുക്കണമെന്നുള്ളൂ എന്നൊക്കെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയതും ഞാൻ ക്ലോത്ത് എടുത്തതും അവരോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തു. അവർ എന്നോട് സംസാരിക്കണമൊക്കെ ചൂടായിട്ടാണ് സംസാരിക്കുന്നത്, ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളെന്തോ നമ്മളിടുന്ന ഓർഡർ ചെയ്യുന്നു പറഞ്ഞിട്ട് അവരോടൊന്ന് പൈസ കുടിച്ച് പറിച്ച പോലെയാണ് അവരുടെ സംസാരം. നമ്മളിടുന്ന ഒരു മിസ്റ്റേക്കും പറ്റാതെ ഒരു കസ്റ്റമറുടെ ഇടുന്ന അല്ലെങ്കിൽ വേറെ ഒരാളിടുന്ന ഇതേപോലെ കേൾക്കേണ്ടി വരുന്നതൊക്കെ അത് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് ഇതേപോലെ അവർ എന്നോട് പറയുന്ന പോലെ തന്നെ എനിക്ക് തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല, അത് നമ്മൾ അങ്ങനെ പറയാത്തത് നമ്മളെ മര്യാദ. അവർ ചിലപ്പോൾ അവരെ അവസ്ഥ കൊണ്ടോ അവരെ ബുദ്ധിമുട്ടുകൊണ്ടോ ഒക്കെ പറഞ്ഞതായിരിക്കാം. അവർ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അവരോട് അയക്കാൻ വേണ്ടി പറഞ്ഞു. അത് അയച്ചു തന്നതിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഡ്രസ്സിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ റിട്ടേൺ അയക്കും, എനിക്ക് അതിൻ്റെ പൈസ അപ്പോൾ റീഫണ്ട് ചെയ്ത് തരണം എന്ന് അവരപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായി. നമ്മളെന്തോ അവരെ കൂടെ നിർബന്ധിച്ചിട്ട് സാധനം വാങ്ങിപ്പിക്കുന്ന പോലെ. എനിക്കത് ചോദിച്ചപ്പോൾ തന്നെ എന്തോ ഒരു ബന്ധീട് തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, ഞാനത് കുറച്ചും കൂടെ ലൂസിൽ ചെയ്യും, തയ്യൽ തമ്പും പിന്നെ കൂടാതെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂസാക്കാൻ പറ്റും, ലൂസാണെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റും ആക്കാൻ പറ്റുമല്ലോ, പിന്നെ ഇനി ക്ലോത്തിന് എന്തെങ്കിലും ഡാമേജോ കീറലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേറെ അയച്ചു തരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്നും പറഞ്ഞു. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു, ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്തു. സാധാരണ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെഷർമെൻറ്റ് നോക്കാറില്ല, കറക്റ്റ് ആണോ നോക്കാറുണ്ടായിരുന്നില്ല അന്നൊന്നും. ഇത് ഞാൻ
ഈ ഒരു ഡ്രസ്സിൻ്റെ ഞാൻ അങ്ങനെ കറക്റ്റാണോ നോക്കി അത് ഞാൻ ഫോട്ടോ എടുത്ത് വരെ വെച്ചു. കാരണം അതെന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിട്ടേൺ അയക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഫീൽ ചെയ്തു. അവരെങ്ങനെ ഇനി കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവർ പറഞ്ഞ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഓക്കെയാണ്. എന്നിട്ട് ഞാനത് ഫോട്ടോ കൂടെ എടുത്ത് വെച്ചു. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞ് അവർ ബാക്കി പേയ്മെൻറ്റ് ഇട്ട് തന്ന്. അപ്പോൾ പേയ്മെൻറ്റ് ഇട്ട് തരുമ്പോൾ ഓരിങ്ങനെ പിരായി പറഞ്ഞിട്ടാണ് ഇട്ട് തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം എന്താ, നമ്മളടുത്ത് ഒന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അതൊക്കെ കേൾക്കുന്നത്. ഒന്നും അവരോട് തിരിച്ച് പറയാനും വഴി. ഞാൻ അവർക്ക് കൊറിയർ അയച്ചു കൊടുത്ത് അവർക്ക് സാധനം കിട്ടിയതിൻ്റെ ശേഷം അവരിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക്. ഞാൻ ഫോൺ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ എത്ര മിസ് കോളെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയാണ് അവർക്ക് അത് അവിടെ എത്തിക്കുന്ന സാധനം ഇനി കംപ്ലയിൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണെന്ന് തന്നെ എനിക്ക് തോന്നി. ഞാനത് അയക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു അവിടെ എത്തിയാൽ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഫിറ്റിങ് കറക്റ്റ് അല്ല എന്നായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ്. ടൈറ്റ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഞാൻ വേറൊരു സ്റ്റിച്ച് ഇട്ടിരിക്കണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫസ്റ്റത്തെ സ്റ്റിച്ച് അയച്ചാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റായി കിട്ടുമെന്ന്. അപ്പോൾ അവരത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് ഞാൻ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മെഷർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൈലറിങ് ഷോപ്പൊക്കെ പോയിട്ടാണ് അവിടെ നിന്നാണ് മെഷർമെൻറ്റ് എടുത്ത് അയച്ചു തന്നിരുന്നത്, എൻ്റെ അടുത്ത് ടാപ്പും കാര്യങ്ങളൊന്നുമില്ല നോക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ മുന്നേ എടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ അവർക്ക് കൊറിയർ അയക്കണതിന് മുന്നേ ഞാനതെടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. കണ്ടോ ഇത്ര മെഷർമെൻറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത്, അവർ പറഞ്ഞതിനെക്കാട്ടി ഒരു കുറച്ച് ഞാൻ ലൂസിലാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എന്നിട്ട് അവർക്ക് ടൈറ്റാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ തോന്നുന്നു അവരിത് മനഃപൂർവ്വം ചെയ്തതാണോ. എന്താ വെച്ചാൽ അവർ ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എനിക്കപ്പോൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരണമെന്ന് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മെഷർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം കൊറിയർ അയക്കുന്നതിൻ്റെ മുന്നേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത്. ഞാൻ അവർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഞാൻ അവരോട് പറഞ്ഞത് എനിക്കറിയാം ഇത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ആയിട്ട് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിടുന്ന പറ്റിയ മിസ്റ്റേക്ക് അല്ലാത്ത പക്ഷം നമുക്ക് എപ്പോഴും അവരെ തൊള്ളയിലിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അങ്ങനെയെങ്കിലും അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം തോന്നി, ഞാനത് പറഞ്ഞു. പിന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, ഞാൻ എന്തായാലും ചോദിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടില്ല. സാധാരണ എന്തെങ്കിലും ഫിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്തായി കറക്റ്റായോ എന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഇവരോട് ഞാനത് ചോദിക്കാൻ നിന്നിട്ടില്ല. ഇതുപോലത്തെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് വരണം, എന്നാലേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബോൾഡ് ആവുള്ളൂ. ഇനി ഒരു പ്രശ്നം ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അവരോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കേട്ടാൽ പിന്നെ ഫുള്ള് നെഗറ്റീവായി അങ്ങനെ ആയി നിൽക്കും. ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത്, ഡീമോട്ടിവേറ്റ് ആവരുത്. വീഡിയോ കാണുന്ന പലരും പറയുന്നതാണ് താത്താൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ചെയ്യാൻ തോന്നുന്നുണ്ട് ഇതേപോലെ എന്നൊക്കെ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, അതിനൊരു വശം കൂടി ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ഓർഡർ വരുമ്പോൾ അത് ചെറിയ കുട്ടികളാണോ വലിയ കുട്ടികളാണോ അതോ അവർ ഉമ്മാരെ അറിയാതെയാണോ ഓർഡർ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു ഓർഡർ വരുമ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്യണമെന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? അതൊക്കെ കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ആക്കേണ്ടതാണ്. നമ്മൾ തരുന്ന ഒരു ഓർഡർ നമ്മളത് വൃത്തിയിൽ ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കാമെന്നാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതെനിക്ക് ഞാൻ എൻ്റെ ഈ ബിസിനസ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങിൽ വന്നതാണ്. അപ്പോൾ എനിക്കിത് ഇങ്ങനൊരിത് ഉണ്ടായപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവായി, പിന്നെ ഒന്നും ചെയ്യാൻ തോന്നാതായി, നിർത്തിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വേറെ ഒരാളോട് ഷെയർ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വലിയത് വിചാരിച്ച് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്യണത്. അങ്ങനെയൊക്കെ കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ ഓർത്തു എന്തിനാ നമ്മൾ ടെൻഷനാണോ, നമ്മളുടെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് അല്ലല്ലോ. അതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അത് പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇനി ഇതേപോലെ എന്തെങ്കിലും വന്നാൽ എനിക്ക് അവരോട് എന്താ പറയണ്ടോന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത് വരാം കേട്ടോ.